ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. നിസ്കാരത്തിലെ കുറെ സുന്നത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ സൂറത്ത് ഓതൽ സുന്നത്താണെന്ന് പറഞ്ഞു. സൂറത്ത് ഓതൽ സുന്നത്ത് ആർക്കെല്ലാമാണ്? ഒന്ന്, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള്, അഥവാ മാമൂമല്ലാത്ത ആള്, പിന്നെ ഇമാമു, ഇവർക്കൊക്കെ സൂറത്ത് ഓതാം. ആദ്യത്തെ രണ്ടറക്കാത്തിലാണ് സൂറത്ത്. എല്ലാ റക്കാത്തിലും സൂറത്ത് സുന്നത്തില്ല. മൂന്നാമത്തെ റക്കാത്തിലോ മറ്റോ നാലാമത്തെ റക്കാത്തിലോ ഒന്ന് കൂടി ഇമാമിന്റെ കൂടെ കൂടിയ ആള്, ഒന്നാം റക്കാത്തിലും രണ്ടാം റക്കാത്തിലും ഇമാമിന്റെ കൂടെ ഉണ്ടായ ആള്, ആദ്യത്തെ ഉള്ള ആൾക്ക് സൂറത്ത് സുന്നത്തില്ല. എന്തുകൊണ്ട്? ഇമാം ഓതുന്നുണ്ടല്ലോ. അപ്പോ ഇമാമിന്റെ കൂടെയുള്ള ആളുകള് ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നുണ്ടല്ലോ. ഉറക്കെ ഫാത്തിഹയോ സൂറത്ത് ഓതുന്ന മാരിവിശ്വാസവിയോലത്തെ നിസ്കാരം, ആ നിസ്കാരത്തിൽ നമ്മളെന്ത് കേൾക്കുന്നുണ്ട്? ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നുണ്ടല്ലോ. അത്ര നിസ്കാരങ്ങളിൽ നമുക്ക് സൂറത്ത് സുന്നത്തില്ല. ആർക്ക് സുന്നത്തില്ല? മാമൂമികൾക്ക് സുന്നത്തില്ല. എന്തുകൊണ്ട്? അവർക്ക് ആ കൂലി ഇമാം ഓതുമ്പോൾ കിട്ടും, നമ്മൾ ഓതണമെന്നില്ല. ഇമാമിന്റെ ഫാത്തിഹ കഴിഞ്ഞാൽ നമ്മൾ ഫാത്തിഹ ആരംഭിക്കുക, നമ്മൾ സൂറത്ത് ഓതുന്നില്ല, നമുക്കതിന്റെ കൂലി കിട്ടും. രണ്ടും റക്അത്തിൽ ഇമാമിന്റെ കൂടെ എത്താത്ത മൂന്നാം റക്അത്തിൽ വന്ന ആള്, അയാൾക്ക് ഒന്നാം റക്അത്തിലും രണ്ടാം റക്അത്തിലും സൂറത്ത് ഓതുക എന്നുള്ള ഒരു സുന്നത്ത് ഒഴിവാകുന്നില്ല. അപ്പൊ അയാളെ ഒന്നോ രണ്ടോ റക്അത്തിൽ അയാൾ എന്താക്കണം? സൂറത്ത് ഓതൽ സുന്നത്ത്. സുന്നത്താക്കപ്പെടും ഒന്നാമത്തെ റക്അത്തിലെ ഓത്തിനെ നീട്ടണം. മലസാനിയ, രണ്ടാം റക്അത്തിലെ സൂറത്തിനേക്കാൾ നീട്ടണം. ഒന്നാം റക്അത്തിൽ കുറച്ച് വെൽങ്ങനെ ഓതണം. ആയത്താണെങ്കിലും സൂറത്താണെങ്കിലും കൂടുതൽ ഓതണം. രണ്ടാം റക്അത്തിൽ കുറച്ച് കുറവായിരിക്കണം. അതാണ് ഇതിന്റെ ക്രമം. ഖുർആൻ ഓതേണ്ടത്, സൂറത്ത് ഓതേണ്ടത് അലാ തർത്തീബിൽ മുസ്ഹഫി, മുസ്ഹഫിലെ ക്രമപ്രകാരമാണ്. മുസ്ഹഫിൽ ഒരു ക്രമമുണ്ട്. അത് രണ്ട് ക്രമം ഖുർആനിലുണ്ട്. ഒന്ന്, ഖുർആനിൽ ഇപ്പോഴുള്ള ആ എഴുത്തിന്റെ ക്രമം, അവതരണത്തിന്റെ ക്രമം വേറെ, അത് മുസ്ഹഫിലില്ല. ആദ്യം ഇറങ്ങിയ ആയത്ത് ഇഖ്റ ബിസ്മിയല്ലേ, എന്നാൽ ഖുർആന്റെ തുടക്കത്തിൽ ഇഖ്റ ബിസ്മിയാണോ ഉള്ളത്? അല്ല, ഫാത്തിഹയാണ്. അപ്പോ അവതരണത്തിന്റെ ക്രമം ഒന്ന് വേറെ, ഖുർആനിന്റെ തർത്തീബ് ഒന്ന് വേറെ. അപ്പൊ നമ്മൾ ഓതേണ്ടത് ഖുർആനിന്റെ തർത്തീബ് അനുസരിച്ചിട്ടാണ്. അപ്പൊ സൂറത്ത് വള്ളുഹ കഴിഞ്ഞാൽ പിന്നെ അത് നസർ ഓതണം. അല്ലാതെ ആദ്യം നസറോ പിന്നെ വള്ളുഹു അല്ല ഓതേണ്ടത്. ക്രമം തെറ്റിക്കൂടാ. അപ്പൊ മുസ്ഹഫിന്റെ ഖുർആൻ ഓതണം അലാ തർത്തീബിൽ മുസ്ഹഫി, മുസ്ഹഫിന്റെ തർത്തീബിൽ ഓതണം. വാലത്തവാലി, ആ ഒരു തുടർച്ചയുടെ മേലും ഓതണം. മാലം തക്കുനിസാനിയത്തു മിൽ മുതവാലിയത്തനിയത്തു വലാ, എന്നാ രണ്ടാമത്തെ നേരത്തായുള്ള സൂറത്ത് വലുതാവാതിരിക്കുമ്പോൾ എല്ലാം കുഞ്ഞല്ലതിലെ കബറു, അതിന്റെ മുമ്പുള്ള സൂറത്ത് ഏതാണ്? ഇന്നാൻസല്ലാവല്ലേ. അപ്പൊ ഒന്നാം റക്അത്തിൽ ഇന്നാൻസല്ലാ ഓതിയാൽ രണ്ടാം റക്അത്തിൽ അമ്മക്കുഞ്ഞല്ലതിനെ ഓതണ്ട. കാരണം ഇത് വലുതാണ്. തൊട്ട് താഴെയുള്ളത് വലുതാണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തുള്ളത് ഓതിയാൽ മതി. അതാ പറയുന്നത്. ഓരോ തർത്തീബ് എതിരായാൽ ഒന്നാമത്തേന് ദീർഘിപ്പിക്കലും പരസ്പരം എതിരായാൽ അപ്പോൾ ഏറ്റവും നല്ലത് റിയായത്തു തർത്തീബ്, തർത്തീബിനെ പരിഗണിക്കലാണ്. ഏതുപോലെ സബ്ബിസ്മയും വല്ലത്താക്കയും നോക്കുമ്പോ ഹൽ അത്താക്ക കുറച്ച് വലുതാണ്, സബ്ബിസ്മ ചെറുതുമാണ് കുറച്ച്. അവിടെ രണ്ടാമത്തെ വലുത് എന്നത് കൊണ്ട് ആദ്യം അല്ലത്താക്ക ഓതണ്ട, അത് സബ്ബിസ്മൻ ആദ്യം ഓതുക, പിന്നെ രണ്ടാം റക്അത്തില് അല്ലത്താക്കി ഓതുക. ക്രമത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ വലുത് എല്ലായിടത്തും വലുത് നോക്കണ്ട.
ഹദീസിൽ വാരിതായ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. സബ്ബിസ്മല്ലതൊക്കെ ഹദീസിൽ വന്നതാണ്. വെള്ളിയാഴ്ച രാത്രി ജുമഅക്ക് ഇശാക്കൊക്കെ സബ്ബിസ്മല്ലതൊക്കെ സുന്നത്താണ്. അപ്പൊ അത് അവിടെ ഒന്നും പിന്നെ ചെറുത്ത് വലുത് നോക്കേണ്ടതില്ല. അപ്പൊ സുന്നത്താക്കപ്പെടും ഫി സുബൈൻ നിസ്കാരത്തിൽ തിവാൽ മുഫസ്സലി തിവാൽ മുഫസ്സിൽ ഓതണം. അഫി ലുഹുരിൻ ലുഹുർ നിസ്കാരത്തിൽ എന്താ ഓതണ്ടേ? ഖരീബൻ മിന്ന അതിനേക്കാളും അടുത്തത് ഓതണം. അഫി അസ്ർ നിസ്കാരത്തിലോ ഇശാ നിസ്കാരത്തിലും ഔസാത്തുഹു മധ്യത്തിലുള്ളത്. ബിരിള മാസൂരീങ്ങളുടെ റിള കൊണ്ട് തൃപ്തി കൊണ്ട് മധ്യത്തിലുള്ളതായ സുഹൃത്താണ് ഓതേണ്ടത്. അഫി മാരിബിൽ കിസാർ അതേത്